കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുവും അനുവിന്റെ അച്ഛനും കൂടെ കൂടിയിട്ട് ഉണ്ണിമോളെ കാണാനായിട്ട് അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയത്താണ് ഉണ്ണിമോളും തിരുമേനിയും അവരെല്ലാം ക്ഷേത്രം ചുറ്റും പ്രദക്ഷിണം വെച്ചങ്ങോട്ട് വരുന്നതുകൊണ്ട് ഉണ്ണിമോളെ കണ്ടതും അനു ഓടിച്ചെന്നു ഉണ്ണിമോളെ എന്ന് വിളിച്ചങ്ങ് ചെല്ലുവാണ്. ഈ സമയം തിരുമേനി വിലക്കി അവിടെ നിൽക്കാൻ പറയാണ്. ഇത് ഉണ്ണിമോളല്ല, ഇതിപ്പം ബാലികാദേവിയാണ്. അറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണർത്തിക്കാനുണ്ടെങ്കിൽ ഈ പ്രദക്ഷിണം തീർന്നു കഴിയുമ്പോൾ ബാലികാദേവി ആ പീഠത്തിലിരിക്കും. അപ്പോൾ വന്ന സങ്കടങ്ങളൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞിട്ട് ഉണ്ണിമോളം കൂട്ടി അവരും കൂടെ പോവാ. ഈ സമയം അനുവിന്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറയാം, വെറുതെ വന്നായി പോയില്ലേ. അതൊന്നും അല്ല, ഉറപ്പായിട്ടും എനിക്ക് പറ്റുന്നുണ്ട്, എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഉണ്ണിമോൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. ഗിരിജാൻ പറഞ്ഞ അങ്ങനെയല്ലേ, ഉണ്ണിമോളോട് തന്നെ ചെന്ന് സങ്കടങ്ങൾ പറയാനല്ലേ പറഞ്ഞേ. അച്ഛൻ വന്നേന്ന് പറഞ്ഞോണ്ട് അച്ഛന്റെ കൈയും പിടിച്ചോണ്ട് അനു അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് ഉണ്ണിമോളെ കൊണ്ടുവന്ന പീഠത്തിലിരുത്തി ഉണ്ണിമോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് തിരുമേനി പറഞ്ഞു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ബാലികാദേവിയോട് പറഞ്ഞോളാൻ പറയാണ്. ഈ സമയം അനു അങ്ങോട്ട് വന്നു. അനു വന്നു കഴിഞ്ഞപ്പോൾ അനുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഉണ്ണിമോളുടെ നേരെ നോക്കി പറയാനും ഒരു വിഷമം. പിന്നീട് അനു എന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷിക്കണമെന്ന് പറയാം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, പക്ഷേങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പിന്നീട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം ഉണ്ണിമോടെ മനസ്സിലേക്കും കൂടെ അങ്ങോട്ട് വരുവാണ്. ബാലികാദേവിയായിട്ടല്ലേ അവിടെ ഇരിക്കുന്നേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അനുവിന്റെ ഫോൺ ബെല്ലടിച്ചു. അനു ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ വിളിച്ചത് വല്യമ്മാവനായിരുന്നു വിളിച്ചത്. വല്യമ്മാവൻ വിളിച്ചിട്ട് ചോദിച്ചു, നീ അവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുക. വല്യമ്മാവൻ, ഞാൻ എടി മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ പെരുമാറില്ല, നീ ഒരു മനുഷ്യശ്രീ ആണെന്ന് ചോദിക്കുക. അതെ, അധികം വൈകാതെ തന്നെ ഇങ്ങനെ പോവാണെന്ന് എന്നെ പോലീസ് പിടിക്കുമെന്ന് തോന്നേ. വല്യമ്മാവൻ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, ആ ശ്രീരാജിന്റെ അവസ്ഥ വളരെ മോശമാ. വെന്റിലേറ്ററിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്ഥിതി എപ്പോഴും എന്ത് വേണ്ട സംഭവിക്കാം. ഡോക്ടർ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പൊ നിന്നെ കൊണ്ടൊന്നും നടത്താൻ പറ്റില്ലെന്ന് പറയാം. വല്യമ്മാവൻ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഇപ്പൊ എന്ത് ചെയ്യാനാ, നിനക്ക് ഇനിയിപ്പൊ സുഖമായിട്ടൊരു ജീവിതം അതുണ്ടാവുന്ന നീ വിചാരിക്കുന്നുണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുത്തന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. സുഹൃതക്ഷയം അല്ലാതെ എന്ത് പറയാനായിട്ടാ. ഇനിയിപ്പം ഞാനൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതെ, ശ്രീരാജിന്റെ അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാന്ന് പറയാം. രാഗിണി ചേച്ചി ഇങ്ങോട്ട് വരാൻ പറയാണ്. അവള് അനുവാന്ന് പറയാം. അവളോട് എനിക്ക് സംസാരിക്കണമെന്ന് പറയാം. അങ്ങനെ പറയില്ല, സംസാരിക്കാൻ പറയണ. പിന്നീട് രാഗിണി മേടിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടേ. എന്റെ അവസ്ഥ ഇപ്പം നിനക്ക് മനസ്സിലാവില്ല, പക്ഷെ നാളെ ഒരിക്കലും നിനക്ക് മനസ്സിലാവും. എന്റെ മോൻ ഈ കിടപ്പ് കിടന്ന പോലെ നിന്റെ ഭർത്താവും കിടക്കും, അറിയാവോ. അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോവാ. ഇനി വെന്റിലേറ്റർ കിടത്തിയിട്ട് കാര്യമില്ല ഡോക്ടർ പറഞ്ഞേ. വെന്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞ് പിന്നെ എന്താ സംഭവിക്കുന്നത് നിനക്ക് അറിയാലോ. അതുപോലെ തന്നെ ഒരു പെറ്റമ്മയായി ഞാൻ അനുഭവിക്കുന്ന ദുഃഖം നാളെ നീ അനുഭവിക്കൂടി. നിന്റെ ഭർത്താവ് ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ വെന്റിലേറ്ററിന് മാറ്റാനുള്ള അനുമതി നീ കൊടുത്തു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകാതെ എന്താന്ന്. അധികം വൈകാതെ തന്നെ നിനക്കും അങ്ങനെ ധാരണാന്തി ഉണ്ടാവൂടി എന്നൊക്കെ പറഞ്ഞ് ശപിക്കുവാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അനുവിനെ അറിയത്തില്ല. ഈ സമയം വല്യമ്മാവ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ പോലീസ് സ്റ്റേഷനിലായിരിക്കും, അറിയാലോ. അവിടുന്ന് നീ പിന്നെ ജയിലിലേക്കും പോകും. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. ഇത് കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അനുവിന്. അനു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് അനു അങ്ങോട്ട് നടക്കുവാണ്. അനുവിന് വല്ലാത്ത ടെൻഷനും വെപ്രാളും ബുദ്ധിമുട്ടും ഒക്കെ തോന്നി. ഈ സമയം അനുവിന്റെ അച്ഛൻ ഉണ്ണിമോളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഉണ്ണിമോളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അതെ അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവൾക്കൊരു ആപത്ത് വരുമെന്ന് കണ്ടപ്പം അവള് അത് മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല. പക്ഷെ എൻ്റെ മോള് പാവാ. അവള് അനുരാഗിനോടൊപ്പം നല്ലൊരു ജീവിതം ആഗ്രഹിച്ചേ. പക്ഷെ ആ സമയത്താണ് ശ്രീരാജ് കടന്നു വന്നേ. എങ്ങനെയെങ്കിലും എൻ്റെ അനുവിനെ രക്ഷിക്കണം, എനിക്ക് ആ ഒരു പ്രാർത്ഥന മാത്രമുള്ളെന്ന് പറയാം. എഴുതാൻ പറഞ്ഞു, സങ്കടങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇനിയിപ്പൊ ബാലികാദേവി നോക്കിക്കോളും. ബാലികാദേവി ഇപ്പൊ ആരാ? ദേവിയുടെ മനസ്സാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. ഈ സമയത്ത് ഉണ്ണിമോൾ ഒരു കാര്യം മാത്രം പറഞ്ഞു, അതെ പുഴയെ പേടിക്കണം, പ്രതീക്ഷ അറ്റവരാണ് പുഴയെ സമീപിക്കുക, അതുകൊണ്ട് പുഴയെ ഭയക്കണമെന്ന് പറയാം. ഇത് കേട്ടതും അനുവിന്റെ അച്ഛനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഗിരിദേവൻ ചോദിച്ചു, അല്ല അച്ഛൻ എന്തെങ്കിലും മനസ്സിലായെന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയാം. അപ്പൊ വാവര് പറഞ്ഞു, പുഴയെ പേടിക്കണം എന്നാ പറഞ്ഞേ, അതിനർത്ഥം എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേന് പെട്ടെന്ന്, അയ്യോ അനു എവിടെ? അനുവിനെ കണ്ടില്ല, ഫോൺ വിളിക്കാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ് അനുവിന്റെ അച്ഛൻ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴൊന്നും അനുവിനെ കണ്ടില്ല. ഇതെവിടെ പോയത്? ഫോൺ വിളിക്കാനും വന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാളോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്റെ ദേവി, എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക. കാരണം അവിടെ ഒന്നും കണ്ടില്ല. ഫോൺ വിളിക്കാനാണെങ്കിൽ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞ് വെക്കുമ്പോ അറിയാലോ, പക്ഷെ ഇത്ര സമയമായിട്ടും എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് പേടിയായിപ്പോയി. പെട്ടെന്നാണ് അവിടുത്തെ പുഴയുടെ കാര്യം പറഞ്ഞേ. ദൈവം, പുഴയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാലികാദേവി.
നീ എന്താ ചെയ്യണ്ടേ? അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗിരിദേവനും ബാബനും കൂടെ അങ്ങോട്ട് വന്നു. എന്താ എന്താ അനുവിന്റെ അച്ഛൻ നിക്കണേന്ന് ചോദിക്കുക. അല്ല, ഞാൻ അനുവിനെ കണ്ടില്ല, അനുവിനെ നോക്കുവാന്ന് പറയണം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അതെ അനുചേച്ചിയുടെ ഫോണല്ലേ കിടക്കണേന്ന് പറയണം. അയ്യോ അതെ, ഇത് അവളുടെ ഫോണാന്ന് പറയാം. ഇത് ഫോൺ എടുത്ത് നോക്കാൻ പറയണം. അല്ല, അതിൻ്റെ അകത്ത് ആരും വിളിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ലോ, അവസാനമായിട്ട് കോൾ വിളിച്ച് ആരാ നോക്കാൻ പറയണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു വല്യമ്മാവിന്റെ സൗണ്ടാ കേൾക്കുന്നത്. കോൾ റെക്കോർഡിംഗ് എടുത്ത് നോക്കണം. കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ആ ഫോണിനകത്ത്. അപ്പൊ ആ സംസാരം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു, ഒരു കാര്യം മനസ്സിലായില്ലേ, അനുചേച്ചി എന്തോ കടുങ്കൈ ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ട്. ഈ സമയം അനുവിന്റെ അച്ഛൻ പറഞ്ഞു, ശരിയാ, ഒരു പക്ഷെ പുഴയെന്ന് ബാലികാദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? ആ സമയത്താണ് അതിലൂടെ രണ്ടുപേര് വന്നേ. അല്ല ചേട്ടന്മാരെ, ഇവിടെ എവിടെയെങ്കിലും പുഴയുണ്ടോന്ന് ചോദിക്കണം. ആ, കുറച്ചപ്പുറം മാറിയിട്ട് പുഴയുണ്ടെന്ന് പറയണം. ഇത് കേട്ട് എന്റെ മോളേന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചോണ്ട് പുഴയെ ലക്ഷ്യമാക്കി നടക്കുവാണ്. ഈ സമയം അനു എന്ത് ചെയ്യുവാണ്? അനു രണ്ടും കളിപ്പിച്ച് ആ പുഴയിലേക്ക് അങ്ങോട്ട് പോവാ. പുഴയിലേക്ക് അങ്ങോട്ട് പോയിട്ട് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് മുങ്ങി അങ്ങോട്ട് പോവാണ്. പിന്നീട് ഗിരിദേവൻ നേരെ ദേവിയുടെ അടുത്ത് വരുവാണ്. ദേവിയുടെ അടുത്ത് പ്രണാമം പറഞ്ഞിട്ട് പറഞ്ഞു, ദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴയെ പേടിക്കണം. പ്രതീക്ഷയറ്റവരാണ് പുഴയെ സമീപിക്കാന്നൊക്കെ ഉണ്ണിമോളുടെ നാവിൻതുമ്പില് ദേവി പറയിച്ചിട്ടുണ്ടായിരുന്നു പറയാം. എനിക്ക് കാരണം മനസ്സിലായി. കാരണം അനുവിന് വരാൻ പോകുന്ന ആ വലിയ വിപത്തിനെ കുറിച്ച് ദേവി മുൻപേ തന്നെ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തല്ലേന്ന് ചോദിക്കണം. അതിനെക്കുറിച്ചൊരു അറിവ് കൊടുത്തല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ദേവി ഒന്ന് ചിരിച്ചു. പിന്നീട് ഗിരിദേവൻ ഒരു മാത്രയും കൂടെ ഉണ്ണിമോളുടെ നാവിൻതുമ്പത്ത് ദേവി വരണം. കാരണം ഇനിയും രക്ഷിക്കാനുണ്ട്, ഇനി പല ജീവിതങ്ങളും രക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് ദേവി അവളുടെ മനസ്സിൽ കുടിയിരിക്കണം. അവള് ബാലികാദേവിയായിട്ട് അവള് മാറണം എന്ന് പറയാണ്. കാരണം അത് ഗിരിദേവന്റെ ഒരു അപേക്ഷ മാത്രമായിരുന്നു. കാരണം ഉണ്ണിമോളെ ഇപ്പം എല്ലാവരും കാണുമ്പോൾ ഉണ്ണിമോള് മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ബാലികാദേവിയായിട്ട്. കാരണം അവളില് ഒരു പ്രകടമായ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടുവരണം. കാരണം അവളുടെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണം. എങ്കിൽ ആൾക്കാർക്ക് വിശ്വാസമുള്ളൂ. അല്ലെങ്കിൽ വെറൊരു ബാലികാദേവിയായിട്ട് ഒരു സ്ഥാനത്തിരുത്തി എന്നല്ലേ ആൾക്കാർക്കെല്ലാം തോന്നുള്ളൂ. പക്ഷെ അവള് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കണം. അവളെ എല്ലാവരും വിശ്വാസത്തോടു കൂടി നോക്കണം. അതാണ് ഗിരിദേവന്റെ ആവശ്യം. അങ്ങനെ ഗിരിദേവൻ ഈ ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവി അത് അംഗീകരിക്കണം. ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയാണ്. ഈ സമയത്ത് ഉണ്ണിമോൾ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഉണ്ണിമോളുടെ മനസ്സിൽ കൂടെ കുറെ രൂപങ്ങൾ ഇങ്ങനെ വരുവാണ്. അനു ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോന്നു, അവിടേക്ക് ഇങ്ങനെ മുങ്ങി പോകുന്ന രംഗങ്ങളെല്ലാം മനസ്സിലേക്ക് കടന്നു വരിക. ഈ സമയം തിരുമേനിയുടെ അവിടെ ഒരു തേങ്ങ ഉണ്ടായിരുന്നു കയ്യിൽ. തിരുമേനി ആ തേങ്ങ അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് വെച്ചു. പെട്ടെന്ന് എന്ത് ചെയ്യുവാണ്? ആ തേങ്ങ അവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുവാണ്. അപ്പൊ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക. അതേ തേങ്ങ തന്നെ കിടന്ന് തിരിയുന്നതെന്ന് പറയാണ്. പക്ഷെ ഇതൊന്നും ഉണ്ണിമോള് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ തേങ്ങ വട്ടം കിടന്ന് കറങ്ങി കഴിഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് നിന്നു. അതൊരു വശത്തേക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തിരുമേനിയോട് പറഞ്ഞു, ആ തേങ്ങ എടുത്തോളാൻ പറയാണ്. തിരുമേനി ആ തേങ്ങ എടുത്തു. എന്റെ പുറകെ പോന്നോളാൻ പറയാണ്. അങ്ങനെ ബാലികാദേവിയുടെ പുറകെ തിരുമേനി ചെല്ലുവാണ്. അത് പറയുന്നത് ഉണ്ണിമോളായിരുന്നില്ല, ശരിക്കും ദേവിയായിരുന്നു പറയുന്നത്. അങ്ങനെ ഉണ്ണിമോളും തിരുമേനിയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ദേവികമ്മ ആൾത്തറയിൽ ഇരിപ്പുണ്ടായിരുന്നു. ദേവികമ്മ എടുത്തു, ഉണ്ണിമോൾ ഇത് എങ്ങോട്ടാ പോണേ? ഉണ്ണിമോളെ നീ ഇത് എങ്ങോട്ടാ പോണേ? അവിടെ നിൽക്കാൻ പറയണം. പക്ഷെ ഉണ്ണിമോളൊന്നും കേട്ടില്ല. ഉണ്ണിമോളെ നിന്നോടാ പറഞ്ഞ് നിൽക്കാനായിട്ട്. ഈ സമയം ഗിരിദേവനും ബാവരും അങ്ങോട്ട് വന്നു. ഗിരിദേവൻ ചോദിച്ചു, എന്താ മുത്തശ്ശി, എന്ത് പറ്റി? ഇത് ഉണ്ണിമോള് പോകുന്ന കണ്ടില്ലേ? ഞാൻ വിളിച്ചിട്ട് നിന്നില്ല എന്ന് പറയാം. വിളിക്കണ്ട മുത്തശ്ശി, വിളിക്കണ്ട. വിളിച്ചാലും ഉണ്ണിമോള് നിൽക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇപ്പോൾ ഉണ്ണിമോളല്ലത് ബാലികാദേവി അത്. അതുകൊണ്ട് ബാലികാദേവിനെ വിളിക്കാൻ നോക്കണ്ട. ബാലികാദേവി ഇനിയിപ്പോ മുത്തശ്ശി വിളിച്ചാലും നിൽക്കാനൊന്നും പോകുന്നില്ല. മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്നു. ബാലികാദേവിയെ അനുഗമിക്കേണ്ട ആളാരെന്നറിയാവോ? തിരുമേനി പോയിക്കോളൂ പറയാണ്. ഇത് കണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഒരു വെപ്രാളം. എങ്ങോട്ടാ പോയത്, എന്തിനാ പോയെന്ന് അറിയത്തില്ല. മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കണം, ദൈവമേ എന്റെ ഉണ്ണിമോൾ ഇത് എങ്ങോട്ടായിരിക്കും പോയത്? ആ ഒരു ചിന്ത മുത്തശ്ശിയുടെ മനസ്സിലുണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അവിടെ അനുവിനെ രക്ഷിക്കാനായിട്ട്, കാരണം അനു മുങ്ങിപ്പോന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ഉണ്ണിമോൾ ചെന്ന് രക്ഷിക്കുവോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണം. നല്ല ഭംഗിയാ എന്ന് കാണാനായിട്ട്. കാരണം ഉണ്ണിമോള് ആ തേങ്ങ കറക്കിയിട്ട് അങ്ങനെ ആ വരുന്നൊരു വരവുണ്ട്. നല്ല ദേവിയുടെ മുഖത്തുണ്ടാവും. അതേ ഒരു ചൈതന്യം തന്നെയാണ് ഉണ്ണിമോടെ മുഖത്തും കാണുന്നത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ടിസ്റ്റുകളൊക്കെ ആയിരിക്കും. അനുവിനെ രക്ഷിക്കുന്നതും പിന്നെ എല്ലാവരും ഉണ്ണിമോളുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.